ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ പാത്തുവിൻ്റെ പരിപാടി കേട്ടോ. ഒന്ന് ഒപ്പന അതിന് പോവാണ് കേട്ടോ മക്കളെ. ബാക്കി വന്നിട്ട് കാണാം. എൻ്റെ തലക്ക് ഈ കുട്ടിക്ക് എനിക്ക് വേറെ എന്ത് ചെയ്യും? എന്നിട്ടൊരു കഷ്ണം എനിക്കും. ഇവർ ഒളിച്ചളിക്കുന്നുണ്ട് ഇവിടെ. കുറച്ച് രണ്ടാളുകൾ ഇവിടെ ഒളിച്ചളിക്കുന്നുണ്ട്. ഗ്രീൻ റൂം ഉണ്ടാവുക. ഓഫാകട്ടെ. എന്തൊക്കെയാണ് അടിപൊളിയാക്കണം കേട്ടോ എൻ്റെ ഒപ്പന. നല്ല അടിപൊളി ഫ്ലവർ ഇല്ലേ, പത്തോ റോസാപ്പൂ അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. വാവ്, അയ്യോ ഇതൊക്കെ നല്ല പാട്ടായിരുന്നു കേട്ടോ. ഒപ്പനപ്പാട്ടാണ്. പക്ഷേ ഈ മ്യൂസിക് ഇതിലുള്ള കാരണം നമുക്കിതിൽ ഇടാൻ പറ്റൂലല്ലോ മക്കളെ. അതാണ് കേട്ടോ ഇടാഞ്ഞത്. വേറെന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. നമ്മളെന്തിനും ആശിച്ച് വേഗം വരും. ഇതൊക്കെ ഇട്ടാൽ നല്ലതാണ്. പക്ഷെ എന്താ ചെയ്യുക, മ്യൂസിക് പറ്റൂല. അപ്പം നമുക്ക് റേറ്റ് വരും. നല്ല ഡാൻസും നല്ല പാട്ടും ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഒക്കെ ഉണ്ട്. ഒന്നും ഇടാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടോണ്ട് വന്ന് പിന്നെ ഭയങ്കര ജഗപോകാണ്. വർത്താനം കൂട്ടൊക്കെ ഉള്ളതൊക്കെ ഞാൻ മുന്നേ അങ്ങനെ ഇട്ടതാണ്. കാരണം അല്ലാണ്ട് അതിലൊന്നും ഇപ്പോൾ എന്തിട്ട് വർത്താനം പറഞ്ഞിടാനാണല്ലേ. പിന്നെ അത് നമുക്ക് റേറ്റ് വരും. ഭക്ഷണം കഴിക്കുന്ന നേരത്തൊക്കെ നമ്മൾ സംസാരിച്ചാൽ ആ സംസാരമൊന്നും അതിൽ കേൾക്കൂല. കാരണം ഭയങ്കര ബഹളമാണ് അവിടേക്ക്. ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടില്ല. വലിയ ഹാളാണ്. ഇഷ്ടം പോലെ കല്യാണ മണ്ഡപമാണത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും ബഹളവും അതിനെക്കൊണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ജഗപോഗി ആൾക്കാരും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. വേറെ എന്താ എടുക്കാനും പറയാനും ഉള്ളത് പറഞ്ഞ മാതിരി. ഇത് കുട്ടികൾ വേറെ കുട്ടികളൊപ്പനാണ് കേട്ടോ. അത് വേറെ കുട്ടികളെന്ന് അറിയാൻ ഇതിലൊക്കെ ഇതാ പാത്തൊക്കെ ഉണ്ടാവും. ആരാന്നെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകണില്ല. പാത്തും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പാത്തുവിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരിക്കുമല്ലേ? അറിയുന്നവർ കമൻ്റ് ഇടും. പിന്നെ പാത്തുവിൻ്റെ മുന്നേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ പരിപാടി ഉണ്ടായിനി. അന്നോള് ഒപ്പനക്ക് POT ആയിരുന്നു. അപ്പോൾ POT ആക്കി നിർത്താൻ പറഞ്ഞപ്പോൾ POT വേണ്ട, എനിക്ക് ഒപ്പന കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ ഒപ്പനക്ക് ആക്കിയതാണ്. ഒപ്പനെങ്കിൽ ഒപ്പന. ഓക്കൊരു മൂഡ് തോന്നിയിട്ട് നിൽക്കണം എന്നെങ്കിലും ഉള്ളൂ. നമ്മളൊന്നും പറഞ്ഞാൽ ഓക്ക് തന്നെ മനസ്സിൽ വരണം. ഞാൻ പോണില്ല പറഞ്ഞാൽ പിന്നെ കണക്കായി, പിന്നെ പോവുകയില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളെ പാത്തുവിൻ്റെ കഥ മക്കളെ. അങ്ങനെ എല്ലാവരും ഇതൊക്കെ കാണുക, സപ്പോർട്ടൊക്കെ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് പോകേണ്ടത്. അതായത് വേറെ കുട്ടികളാട്ടോ. ഇത് വേറെ കുട്ടികൾ. അങ്ങനെ കുറേ കുട്ടികളുണ്ട്. പല പല കളിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ആൺകുട്ടികളൊക്കെ ഡാൻസും കളിയൊക്കെ.
പക്ഷെ പാട്ട് കാരണമൊന്നും നമുക്ക് കണ്ടാൽ അങ്ങനെ കണ്ടിരിക്കാൻ തോന്നും ആ പാട്ട് കാണുമ്പോൾ. പക്ഷെ എന്താ ചെയ്യുക, ഇടാൻ പറ്റൂലല്ലോ, അതല്ല ഇപ്പോൾ കുഴപ്പം. ഇതിനെക്കൊണ്ട് നിങ്ങളെല്ലാവരും കാണുക, ശേഖരിക്കുക, ഉമ്മാനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും കൂട്ടുകുടുംബം ഉണ്ടെങ്കിൽ ഒന്ന് ലിങ്കൊക്കെ ഒന്ന് വിട്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ സബ്സ്ക്രൈബർ കിട്ടുമല്ലോ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബറൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബർ ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബറൊക്കെ ഒന്ന് ചെയ്യട്ടോ. ഇത് വേറൊരു മോഡൽ കളിയാണ്. എല്ലാ കളിയും ഡാൻസും പാട്ടും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പാട്ടിൻ്റെ അടിപൊളിയൊക്കെ പോയി. ഇനി തൽക്കാലം ഇപ്പം നമുക്ക് ഇങ്ങനെ കാണാം, അതേ നടക്കുകയുള്ളൂ. എൻ്റെ വർത്താനം കേട്ടോളി. ഓ, ഇത് വേറെ കുട്ടികളാട്ടോ. അങ്ങനെ ഓരോരോ തരം തിരിച്ചിട്ട് പല പല മക്കൾ മാറിയിട്ടുള്ള ഡാൻസും കളിയൊക്കെയാണിത്. എല്ലാ മക്കളും ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാവരും നല്ല കളിയാണ് കേട്ടോ. നല്ല ഡാൻസാണ്. കളി എന്നാണ് ഞാൻ പറയുന്നത്. പറയുന്നതിലോ വാക്കുകളിലോ എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കട്ടോ. അത്ര വലിയ അറിവുകളൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർ പറയുമ്പോൾ കുറച്ചെന്തെങ്കിലും പിഴവൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ പൊരുത്തപ്പെടുക. അങ്ങനെ ഇത് വേറൊരു മോഡൽ കളി കേട്ടോ. സോറി, കളിയുള്ളത് കറിയായിപ്പോയി. വേറെന്തൊക്കെയാണ്, എരിവും പുളിയും കൂട്ടണ നാവല്ലേ, വളഞ്ഞും തിരിഞ്ഞൊക്കെ പോവും മക്കളെ. ഞാനിപ്പോൾ ഏതായാലും എഡിറ്റ് ചെയ്താണ്, ഞാനിപ്പോൾ അത് മായ്ക്കുന്നില്ല, അങ്ങനെ തന്നെ നോട്ടെ. അതിൽ കുറച്ച് കളിയാക്കുന്നവർ കളിയാക്കട്ടെ. അപ്പം അങ്ങനെ നമ്മളെ മാറി അടിപൊളി കളി ഇങ്ങോട്ട് വരട്ടെ. നമ്മളെ പാത്തുവിൻ്റെ ഷോർട്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇടണ്ട്. ചെറുതുണ്ട്, അത് ഞാൻ ഇടണ്ട് കേട്ടോ. ഇടുമ്പോൾ നിങ്ങൾക്ക് പാത്തുവിനെ വേഗം ക്ലിയറായിട്ട് കാണാമല്ലോ. പിന്നെ നമ്മൾ മറ്റുള്ള കുട്ടികളുടെയൊക്കെ ഷോർട്സിനൊക്കെ പിടിക്കണേ വിചാരിച്ചു. അപ്പോഴത്തേന് നമ്മളെ ചാർജൊക്കെ തീർന്നു. ഇതൊരുപാട് നേരം ഉണ്ടല്ലോ, ചാർജ് തീർന്നതിനെ കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനെക്കൊണ്ട് വിഷമമുണ്ട്, നോക്കിയിട്ട് കാര്യമില്ല. കുത്തുന്ന ചാർജർ ഉണ്ടായിരുന്നു. എന്താ പറയുക, കുട്ടികളെന്തോ പറയുന്നു, മറന്നുപോയി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മക്കളെ, ബായ്.